Welcome to the new video of Engineering Geology. So, നമ്മൾ ഫോൾസിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഫോൾസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ബേസിക് ഫോൾഡിൻ്റെ കോംപ്ലക്സ് അല്ലെങ്കിൽ സിമ്പിൾ മോഡിഫിക്കേഷനാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ ഫോൾസും. നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഫോൾസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം രണ്ട് ബേസിക് ഫോൾസിൻ്റെ കോംപ്ലക്സ് മോഡിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ബേസിക് ടൈപ്പ് ഓഫ് ഫോൾഡ് എന്ന് പറയുന്നത് ഒന്ന് ആൻറ്റി ക്ലൈൻസും സെക്കൻഡ് വൺ സിൻക്ലൈൻസും ആണ്. ഇതാണ് ബേസിക് ടൈപ്പ് ഓഫ് ഫോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻറ്റി ക്ലൈൻസ് എന്ന് വെച്ചാൽ ആർച്ച് ഷേപ്പിലിരിക്കുന്നതാണ്. അതായത് കോൺവെക്സ് അപ്വേർഡ്സ്. ഓക്കെ, അപ്പോൾ കോൺവെക്സ് ഷേപ്പിൽ ഒരു ആർച്ച് ഷേപ്പിലിരിക്കുന്നതിനാണ് നമ്മൾ ആൻറ്റി ക്ലൈൻസ് എന്ന് പറയുന്നത്. ജിയോളജിക്കലി ഓൾഡർ റോക്സ് ഒക്കെ ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് ദ ഫോൾഡ്. ഫോൾഡിൻ്റെ ഇൻറ്റീരിയർ പോർഷനിൽ വരുന്നത് ഓൾഡർ റോക്കും, അതുപോലെ കോർ പോർഷനിൽ വരുന്നത് ഓൾഡസ്റ്റ് റോക്കും, അതുപോലെ ഔട്ടർമോസ്റ്റ് ഫ്ലാങ്കിൽ വരുന്നത് യങ്ങസ്റ്റ് റോക്സും ആണ്. ഓക്കെ, സോ ദ ലിംബ്സ് ഡിപ്പ് എവേ ഫ്രം ഈച്ച് അതർ അറ്റ് ക്രസ്റ്റിൽ നിന്ന് അത് ഡിപ്പ് എവേ ആണ് ചെയ്യുന്നത്. രണ്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ടായിരിക്കും ഇത് പോകുന്നത്. ഓക്കെ, അപ്പോൾ സിംബോളിക്കലി ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇത് രണ്ട് സൈഡിലോട്ടാണ് പോകുന്നത്. ക്രസ്റ്റിൽ നിന്ന് രണ്ട് സൈഡിലോട്ട് ആണ് പോകുന്നത്. ഓക്കെ, ഇതാണ് ആൻറ്റിക്ലൈൻസ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട് താഴെ. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്കെയിൽ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് താഴെ ഒരാൾ നിൽക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ സിൻക്ലൈൻസ് ആണ്. സിൻക്ലൈൻസ് എന്ന് പറയുമ്പോൾ ആൻറ്റിക്ലൈൻസിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ആണ് സിൻക്ലൈൻസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്തായിരിക്കും, കോൺവെക്സ് ഡൗൺവേർഡ് ആയിരിക്കും നമ്മുടെ ആർച്ച് ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജിയോളജിക്കലി യങ്ങർ റോക്സ് ഒക്കർ ചെയ്യുന്നത് കോറിലായിരിക്കും, അതുപോലെ ഓൾഡർ റോക്ക് വരുന്നത് ഔട്ടർ ഫ്ലാങ്സിലും ആയിരിക്കും. ഓക്കെ, ഇവിടെ ലിംസ് ഡിപ്പ് ടുവേർഡ്സ് എ കോമൺ സെൻറ്റർ. അതായത് കോമൺ സെൻറ്ററിലോട്ടായിരിക്കും ലിംസ് ഡിപ്പ് ചെയ്ത് വരുന്നത്. അതായത് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോമൺ സെൻറ്റർ ഇവിടെയുണ്ട്. സോ ഇങ്ങോട്ടായിരിക്കും ലിംസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻറ്റിക്ലൈൻസിൻ്റെ അതുപോലെ സിൻക്ലൈൻസിൻ്റെയും ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സിൻക്ലൈൻസിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻസ്, ഇനി അതിനെ ഫേർദർ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആക്സിയൽ പ്ലെയിനിൻ്റെ പൊസിഷൻ്റെ ബേസിസിൽ ഇതെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനെ 7 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിമെട്രിക്കൽ ഫോൾഡ്, അസിമെട്രിക്കൽ ഫോൾഡ്, ഓവർടേൺ ഫോൾഡ്, ഐസോക്ലൈനൽ ഫോൾഡ്, റിക്കംബൻറ്റ് ഫോൾഡ്, കോൺജുഗേറ്റ് ഫോൾഡ്, അതുപോലെ ബോക്സ് ഫോൾഡ്. നമുക്കിത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമെട്രിക്കൽ folds. These are also called normal upright fold. In such a fold, the axial plane is essentially vertical. ഇവിടെ ആക്സിയൽ പ്ലെയിൻ വെർട്ടിക്കൽ ആയിരിക്കും സിമെട്രിക്കൽ ഫോൾഡിൽ. ഓക്കെ, എന്നിട്ട് ദ ലിംസ് ആർ ഈക്വൽ ഇൻ ലെങ്ത് ആൻഡ് ഡിപ്പ് ഈക്വലി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ലിംസ് എന്ന് പറയുന്നത് ഈക്വൽ ലെങ്ത്തിലായിരിക്കും, ഡിപ്പ് ഈക്വലി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലും ആയിരിക്കും. എവിടെ? സിമെട്രിക്കൽ ഫോൾഡ്സിൽ. അസിമെട്രിക്കൽ ഫോൾഡ്സിലാണെങ്കിൽ all those folds in which the limbs are unequal in length and is dipped unequally on either side from the hinge line are termed as asymmetrical fold. അപ്പോൾ എന്താണ്, സിമെട്രിക്കലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഇത്. അവിടെ ഈക്വൽ ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ലിംബും അതുപോലെ ഡിപ്പൊക്കെ അൺഈക്വൽ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് സിമെട്രിക്കലും അതുപോലെ അസിമെട്രിക്കലും ആൻറ്റിക്ലൈൻസ് എങ്ങനെയാണെന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതിൻ്റെ ആക്സിസും കാര്യങ്ങളും കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓവർടേൺ ഫോൾഡ്സ്. ദീസ് ആർ ഫോൾഡ്സ് വിത്ത് ഇൻക്ലൈൻഡ് ആക്സിയൽ പ്ലെയിൻ ഇൻ വിച്ച്
ബോത്ത് ദി ലിംസ് ആർ ഡിപ്പിംഗ് എസെൻഷ്യലി ഇൻ ദ സെയിം ഡയറക്ഷൻ. ആക്സിയൽ പ്ലെയിൻസ് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആയിരിക്കും. പിന്നെ എന്താണ് ഡിപ്സ് എന്ന് പറയുന്നത് എന്താണ്? ബോത്ത് ദി ലിംസ് ആർ ഡിപ്പിംഗ് എസെൻഷ്യലി ഇൻ ദി സെയിം ഡയറക്ഷൻ. ലിംസ് എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിലോട്ടായിരിക്കും ഡിപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദ എമൗണ്ട് ഓഫ് ഡിപ്പ് ഓഫ് ദി ടു ലിംസ് മേ ഓർ മേ നോട്ട് ബി സെയിം. ഓക്കെ, രണ്ട് ലിംസിൻ്റെയും ഡിപ്പ് എന്ന് പറയുന്നത് സെയിം ആവാനും ആവാതിരിക്കാനും ചാൻസ് ഉണ്ട്. സോ ഇനി ഐസോക്ലൈനൽ ഫോൾഡ്. ദീസ് ആർ ഗ്രൂപ്പ് ഓഫ് ഫോൾഡ്സ് ഇൻ വിച്ച് ഓൾ ദി ആക്സിയൽ പ്ലെയിൻസ് ആർ പാരലൽ. ഇവിടുത്തെ ആക്സിയൽ പ്ലെയിൻ എന്താണ്? പാരലൽ ആയിരിക്കും. ഓവർടേൺ ഫോൾഡിൻ്റെ ആക്സിയൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആണ്. ഐസോക്ലൈനൽ ഫോൾഡിൻ്റെ ആക്സിയൽ പ്ലെയിൻ എന്ന് പറയുന്നത് പാരലൽ ആണ്. ഓക്കെ, മീനിങ് ദാറ്റ് ഓൾ ദി കോമ്പോണൻറ്റ് ലിംബ് ആർ ഡിപ്പിംഗ് അറ്റ് ഈക്വൽ എമൗണ്ട്. ലിംസ് എല്ലാം ഈക്വൽ എമൗണ്ടിലാണ് ഡിപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഓവർടേൺ ഫോൾഡിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതതിൻ്റെ വേറൊരു ഫിഗറാണ്. നമുക്കിത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇതിൻ്റെ ആക്സിസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാവും. സോ ഇത് ഐസോക്ലൈനൽ ഫോൾഡിൻ്റെ ഫിഗറാണ്. ഫിഗർ വരയ്ക്കാനൊക്കെ പഠിച്ചു വച്ചേക്കണം. ഐസോക്ലൈനൽ ഫോൾഡിൻ്റെ വേറൊരു ഫിഗറാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ഫോൾഡാണുള്ളത്? റിക്കംബൻറ്റ് ഫോൾഡ്സ്. ഇൻ ദീസ് ഫോൾഡ് ആക്സിയൽ പ്ലെയിൻ അക്വേഴ്സ് ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ ആറ്റിറ്റ്യൂഡ്. റിക്കംബൻറ്റ് ഫോൾഡ്സ് എന്ന് പറയുമ്പോൾ ആക്സിയൽ പ്ലെയിനിന് ഹൊറിസോണ്ടൽ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി കോൺജുഗേറ്റ് ഫോൾഡിലാണെങ്കിലോ പെയർ ഓഫ് ഫോൾഡ് ദാറ്റ് മേ ഹാവ് മ്യൂച്വലി ഇൻക്ലൈൻഡ് ആക്സിയൽ പ്ലെയിൻ ആർ കോൾഡ് കോൺജുഗേറ്റ് ഫോൾഡ്. ഓക്കെ, കോൺജുഗേറ്റ് ഫോൾഡ് എന്ന് പറയുന്നത് പെയർ ഓഫ് ഫോൾഡ് ദാറ്റ് മേ ഹാവ് മ്യൂച്വലി ഇൻക്ലൈൻഡ് ആക്സിയൽ പ്ലെയിൻസ് ഉള്ള പെയർ ഓഫ് ഫോൾഡിനെയാണ് നമ്മൾ കോൺജുഗേറ്റ് ഫോൾഡ്സ് എന്ന് പറയുന്നത്. ബോക്സ് ഫോൾഡ് എന്ന് പറഞ്ഞാൽ ദീസ് ഫോൾഡ്സ് ഹാവ് എക്സെപ്ഷണലി ഫ്ലാറ്റൻഡ് ടോപ്പ് ആൻഡ് സ്റ്റീപ്പി ഇൻക്ലൈൻഡ് ലിംസ്. ഓക്കെ, ടോപ്പ് എന്ന് പറയുന്നത് ഫ്ലാറ്റൻഡ് ആയിരിക്കും, അതുപോലെ ലിംസ് എന്ന് പറയുന്നത് സ്റ്റീപ്പി ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് കോൺജുഗേറ്റ് ഫോൾഡിങ്ങിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് റിക്കംബൻറ്റ് ഫോൾഡിൻ്റെ ഫിഗറാണ്. റിക്കംബൻറ്റ് ഫോൾഡിൻ്റെ തന്നെ വേറൊരു ഫിഗറാണ്. ഇതാണ് കോൺജുഗേറ്റ് ഫോൾഡ്. ഇങ്ങനെയായിരിക്കും കോൺജുഗേറ്റ് ഫോൾഡിൽ ഫോൾഡിങ്സ് വരുന്നത്. ഇതാണ് ബോക്സ് ഫോൾഡ്. ഇത് ബോക്സ് ഫോൾഡ് തന്നെയാണ്, ഒരു ഒറിജിനൽ ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇനി ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ ഡിഗ്രി ഓഫ് കംപ്രഷൻ. കംപ്രഷൻ്റെ ബേസിസിൽ ആണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. സോ layers of rocks may be compressed only slightly or very severely during the process of folding depending upon the intensity of the force acting on the rocks. ഓക്കെ, അപ്പോൾ റോക്സിൽ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് സിവിയർലി അല്ലെങ്കിൽ എന്താണ് ലൈറ്റ്ലി ആയിരിക്കും കംപ്രഷൻ നടക്കുന്നത് എവിടെ? റോക്സിൻ്റെ പുറത്ത്. ഓക്കെ, in the first case a bend or fold may be caused without causing any appreciable variation in the thickness of the rock anywhere. അപ്പോൾ റോക്കിൻ്റെ തിക്നെസ്സിൽ എന്താ വേരിയേഷൻസ് ഒന്നും വരാതെ ആയിരിക്കും ഫസ്റ്റ് കേസിൽ എന്താണ് ബെൻഡിങ് അല്ലെങ്കിൽ ഫോൾഡിങ് നടക്കുന്നത്. സോ അതിന് നമ്മൾ ഓപ്പൺ ഫോൾഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോൾ വെൻ ഫോൾഡിങ് ഈസ് ഡ്യൂ ടു വെരി സിവിയർ ഫോഴ്സ്, the process may actually involve plastic movement of the rock mass resulting in thinner limb and thicker crust or troughs. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോൾ എന്താ പ്രോസസ്സ് ഇവിടെ സിവിയർ ഫോഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്, അതായത് ഇവിടെ ഫോഴ്സ് കൂടുതലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം എന്താണ് പ്ലാസ്റ്റിക് മൂവ്മെൻറ്റ് ഓഫ് റോക്ക് മാസ് ആയിരിക്കും ഇവിടെ. അപ്പോൾ സിവിയർ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് മൂവ്മെൻറ്റ് ഓഫ് റോക്ക് മാസ് ഉണ്ടാകും. സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കിവിടെ തിന്നർ ലിംബും അതുപോലെ തിക്കർ ക്രസ്റ്റ് അല്ലെങ്കിൽ ട്രഫും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇതിനെ പറയുന്നത് ക്ലോസ്ഡ് ഫോൾസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ഫോൾസും ക്ലോസ്ഡ് ഫോൾസും ഇതെന്താണെന്ന് പഠിച്ചു വച്ചേക്കണം. ഓക്കെ,
സോ ഇങ്ങനെയായിരിക്കും ഓപ്പൺ ഫോൾഡ് ഇരിക്കുന്നത്. ഇതാണ് ക്ലോസ്ഡ് ഫോൾഡിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ബിഹേവിയർ വിത്ത് ഡെപ്ത് കൂടുന്തോറും ഉള്ള ബിഹേവിയറിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. കോൺസെൻട്രിക് ഫോൾഡ്, സിമിലർ ഫോൾഡ്, സെപ്പറേറ്റീനസ് ഫോൾഡ്സ്. ഓക്കെ, കോൺസെൻട്രിക് ഫോൾഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രിക് ഫോൾഡ്സ്, ഇവിടെ തിക്നെസ് ഓഫ് ദി ഇൻവോൾവ്ഡ് ലെയർ റിമൈൻഡഡ് യൂണിഫോം ആൻഡ് കോൺസ്റ്റൻറ്റ് ഈവൻ ആഫ്റ്റർ ഫോൾഡിങ്. ഫോൾഡിങ് കഴിഞ്ഞാലും എന്താ തിക്നെസ് എന്ന് പറയുന്നത് ഫോൾഡിങ്ങിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ലെയറിൻ്റെ തിക്നെസ് മാറില്ല. ഇത് കോൺസ്റ്റൻറ്റും അതുപോലെ യൂണിഫോമുമായിട്ടായിരിക്കും ഇരിക്കുന്നത് കോൺസെൻട്രിക് ഫോൾഡിൽ. സിമിലർ ഫോൾഡിലാണെങ്കിലോ, ദ ഫോൾഡ് ഇൻ വിച്ച് ദ ഡിഗ്രി ഓഫ് ഫോൾഡിങ് ഈസ് ഒബ്സർവ് ടു ബി സിമിലർ ഫോർ ഇൻഡെഫിനിറ്റ് ഡെപ്ത് ആർ ഗ്രൂപ്പ്ഡ് ആസ് സിമിലർ ഫോൾഡ്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫോൾഡിങ് ഒബ്സർവ് ടു ബി സിമിലർ ഫോർ ഇൻഡെഫിനിറ്റ് ഡെപ്ത്. ഇൻഡെഫിനിറ്റ് ഡെപ്തിന് എന്താണ്? ഇത് സിമിലർ ആയിരിക്കും. സോ അതുകൊണ്ടാണ് അതിന് സിമിലർ ഫോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുമല്ല ദീസ് ഫോൾഡ് ഹാവ് തിൻ ലിംബ് ആൻഡ് തിക്ക് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. ലിംബ് തിന്നായിരിക്കും, ക്രസ്റ്റും അതുപോലെ ട്രഫും എന്ന് പറയുന്നത് തിക്കും ആയിരിക്കും. ഇനി സെപ്പറേറ്റീനസ് ഫോൾഡ്. ഈ ഫോൾഡ്സിലെന്ന് പറയുമ്പോൾ ദീസ് ആർ ഫോൾഡ്സ് ഷോയിങ് ഡിഫറൻസ് ഇൻ തിക്നെസ് അറ്റ് ദി സെൻട്രൽ ക്രസ്റ്റൽ ആൻഡ് ട്രഫ് റീജിയൻ. ക്രസ്റ്റിലും അതുപോലെ ട്രഫ് റീജിയനിലും ഡിഫറെൻറ്റ് തിക്നെസ് ആയിരിക്കും സൂപ്പർറ്റേനിയസ് ഫോൾഡ്സ് കാണിക്കുന്നത്. ഓക്കെ, ദേ ആർ നോട്ട് ഇൻഡ്യൂസ്ഡ് ബൈ ഫോൾഡിംഗ് പ്രോസസ് ബട്ട് എസെൻഷ്യലി ബീയിങ് യൂസ്ഡ് ടു ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ പ്രോസസ് ഓപ്പറേറ്റിംഗ് ഇൻ ദി ഫോൾഡ് റീജിയൻ. ഓക്കെ, അത് വരുന്നത് എന്തുകൊണ്ടാണ്? ഫോൾഡിംഗ് പ്രോസസ്സ് കൊണ്ടല്ല, ഡ്യൂ ടു ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ പ്രോസസ്സ് കാരണമാണ് ഇവിടുത്തെ ഇങ്ങനെ ചേഞ്ചസ് വരുന്നത്. ഓക്കെ, ഇതാണ് കോൺസെൻട്രിക് ഫോൾഡിങ്ങിൻ്റെ ഫിഗറാണ്. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതും അതുപോലെ ഫോൾഡിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയായിരിക്കും സിമിലർ ഫോൾഡ്സ് ഇരിക്കുന്നത്. ഓക്കെ, സൂപ്പർറ്റേനിയസ് ഫോൾഡ്സ് ഇങ്ങനെയായിരിക്കും. അതിൻ്റെ ക്രസ്റ്റും ട്രഫും എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാവും. ഇനി റിലേറ്റീവ് കർവേച്ചറിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഓൺ ദ ബേസ് ഓഫ് റിലേറ്റീവ് കർവേച്ചർ ഇൻ ദ ഔട്ടർ ആൻഡ് ഇന്നർ ആർക്ക് ഓഫ് എ ഫോൾഡ്. ഫോൾഡിൻ്റെ ഔട്ടർ ആർക്കിലും ഇന്നർ ആർക്കിലും ഉള്ള റിലേറ്റീവ് കർവേച്ചറിൻ്റെ ബേസിസിൽ നമുക്ക് ഫോൾഡിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ക്ലാസ് 1 fold. The fold in which degree of curvature in the outer arc of the fold is less than that of curvature at the inner arc. അതിനെയാണ് നമ്മൾ ക്ലാസ് 1 ഫോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോൾഡ് ഇൻ വിച്ച് ഡിഗ്രി ഓഫ് കർവേച്ചർ, ഔട്ടർ ആർക്കിലുള്ള ഡിഗ്രി ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഇന്നർ ആർക്കിനേക്കാളും കുറവായിരിക്കും. അതിന് നമ്മൾ ക്ലാസ് 1 ഫോൾഡിൻ്റെ അകത്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ക്ലാസ് 2 ഫോൾഡ് എന്ന് വെച്ചാൽ all those fold in which degree of curvature of the inner and outer arc are equal. ഇവിടെ രണ്ട് ആർക്കിലെയും എന്താണ് കർവേച്ചർ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി ക്ലാസ് 3 ഫോൾഡ്. ഓക്കെ, ഇവിടെ ഡിഗ്രി ഓഫ് കർവേച്ചർ ഓഫ് ദി ഔട്ടർ ആർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഇന്നർ ആർക്ക്. ഇവിടെ ഔട്ടർ ആർക്ക് വലുതായിരിക്കും, ഇന്നർ ആർക്കായിരിക്കും ചെറുതെന്ന് പറയുന്നത് ക്ലാസ് 3 ഫോൾഡ്സിൻ്റെ അകത്ത്. ഓക്കെ, ഇതിന് നമുക്ക് എല്ലാ ക്ലാസ്സും കൊടുത്തിട്ടുണ്ട്. ക്ലാസ് 1A 1B 1C എന്ന് പറഞ്ഞ് 3ആയിട്ട് ഉണ്ട്. അതുപോലെ ക്ലാസ് 2ഉം ക്ലാസ് 3യും കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗറും നന്നായിട്ട് വരയ്ക്കാൻ പഠിച്ചു വച്ചിരിക്കണം. ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പ്ലഞ്ച്. ഇവിടെ പ്ലഞ്ചിങ് ഫോൾഡ് ഇൻ വിച്ച് ഫോൾഡ് ആക്സിസ് ഈസ് നോട്ട് ഹൊറിസോണ്ടൽ. പ്ലഞ്ചിങ് ഫോൾഡ് എന്ന് പറഞ്ഞാൽ ഫോൾഡിൻ്റെ ആക്സിസ് ഹൊറിസോണ്ടൽ ആയിരിക്കത്തില്ല. നോൺ പ്ലഞ്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോൾഡിൻ്റെ ആക്സിസ് ഹൊറിസോണ്ടൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് നോൺ പ്ലഞ്ചിങ് അതുപോലെ പ്ലഞ്ചിങ് ഫോൾഡ് എന്ന് പറയുന്നത്. ആൻറ്റി ക്ലൈനിലും അതുപോലെ സിങ്ക്ലൈനിലും എങ്ങനെയാണ് വരുന്നതെന്നാണ് കാണിച്ചിട്ടുള്ളത്.
ഇത് അതിൻ്റെ തന്നെ ഒരു എക്സാമ്പിളാണ്. സോ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പ്രൊഫൈൽ ഓഫ് ഫോൾഡ് സർഫസ്. ഫോൾഡ് സർഫസിൻ്റെ പ്രൊഫൈലിൻ്റെ ബേസിസിലുള്ള classification. Shape of the fold is made a convenient basis for classification of fold. ഓക്കെ, അപ്പോൾ ഷേപ്പിൻ്റെ ബേസിസിലായിരിക്കും വരുന്നത്. ഫേസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ ഷെവ്രോൺ ഫോൾഡ്സ്. ഇവിടെ എന്ന് പറയുമ്പോൾ ദീസ് ആർ ക്യാരക്ടറൈസ്ഡ് വിത്ത് വെൽ ഡിഫൈൻഡ് ഷേപ്പ്, ഹിഞ്ച് പോയിൻറ്റ് ആൻഡ് സ്ട്രെയിറ്റ് പ്ലാനർ ലിംസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എല്ലാം വെൽ ഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, ദെൻ കോൺജുഗേറ്റ് ഫോൾഡ് എന്ന് പറയുമ്പോൾ ദീസ് ആർ കോമ്പോസിറ്റ് ഫോൾഡ് ക്യാരക്ടറൈസ്ഡ് വിത്ത് 2 hinge 3 planar limb in which the central limb is exceptionally flattened. 2 ഹിഞ്ചും 3 planar ലിംസും ആയിരിക്കും ഉള്ളത്. സെൻട്രൽ ലിംസ് എന്ന് പറയുന്നത് എക്സെപ്ഷണലി ഫ്ലാറ്റൻഡ് ആയിട്ടായിരിക്കും കോൺജുഗേറ്റഡ് ഫോൾഡ്സിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ ഫോൾഡ്സ് ആണ്. ഇത് റിസെമ്പിൾ സെക്ഷൻ ഓഫ് പൈപ്സ് ആൻഡ് ഹാവ് വെരി വെൽ ഡിഫൈൻഡ് ആക്സിസ് ഓഫ് ഫോൾഡ് റിപ്പീറ്റഡ് പാരലൽ ടു ഈച്ച് അതർ. ഇവിടുത്തെ ആക്സിസ് എന്ന് പറയുന്നത് പാരലൽ ടു ഈച്ച് അതർ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓൾസോ പൈപ്പിൻ്റെ, അതായത് സെക്ഷൻ ഓഫ് പൈപ്പിനോടായിരിക്കും സിലിണ്ട്രിക്കൽ ഫോൾഡ്സിന് റിസംബ്ലൻസ് ഉള്ളത്. ഓക്കെ, ഇതാണ് 3 ഫോൾഡിൻ്റെ 3 ടൈപ്പ്. ഇപ്പോൾ പറഞ്ഞ് 3 ടൈപ്പ് ഫോൾഡിൻ്റെയും ഫിഗർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കോൺജുഗേറ്റ് ഫോൾഡ്സ് ഇരിക്കുന്നത്. ഈ മോഡ് ഓഫ് ഒക്കറൻസിൻ്റെ ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ആൻറ്റിക്ലിനോറിയം, സിൻക്ലിനോറിയം, പിന്നെ ഡോംസ് ആൻഡ് ബേസിൻസ്, ഇങ്ങനെ 3ആയിട്ടായിരിക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻറ്റിക്ലിനോറിയം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സിസ്റ്റം ഓഫ് എക്സെപ്ഷണലി ലാർജ് സൈസ് ഫോൾഡ് റണ്ണിങ് ഓഫൺ ഫോർ സെവറൽ ഹൺഡ്രഡ് ഇൻ ലെങ്ത് ആൻഡ് സെവറൽ കിലോമീറ്റർ ഇൻ വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ലാർജ് സൈസ് ഫോൾഡിങ്സിനെയാണ് നമ്മൾ ആൻറ്റിക്ലിനോറിയംസ് എന്ന് പറയുന്നത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ്സ് ഓഫ് ലെങ്ത്തിലായിരിക്കും ലെങ്ത് പോകുന്നത്. അതുപോലെ വിഡ്ത്ത് എന്ന് പറയുന്നത് കിലോമീറ്ററുകളോളം വ്യാപിച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ അത്രയും ദൂരത്തോളം പോകുന്നതായിരിക്കും ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൻറ്റിക്ലൈനൽ ഇൻ നേച്ചർ, ദാറ്റ് ഈസ് ദ സ്ട്രാറ്റ ആസ് എ ഹോൾ ഹാവ് ബീൻ അപ്പ് ആർച്ച്ഡ്. ഓക്കെ, അപ്പോൾ ആൻറ്റിക്ലിനോറിയം എന്ന് പറയുന്നത് ആൻറ്റിക്ലൈൻ നേച്ചറിലുള്ള ആയിരിക്കും, അതായത് ഇവിടുത്തെ ആർച്ച് എന്ന് പറയുന്നത് മുകളിലോട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിൻക്ലിനോറിയം. ഇറ്റ് ഈസ് എ റിവേഴ്സ് ഓഫ് ആൻറ്റിക്ലിനോറിയം ആൻഡ് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ എക്സ്റ്റെൻസീവ് സിസ്റ്റം ഓഫ് ഫോൾഡ്സ് ഹാവിങ് എ ക്ലിയർലി ഡൗൺവേർഡ് ആർച്ച്ഡ് ഫോൾഡിംഗ് ട്രെൻഡ്. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റിക്ലിനോറിയത്തിൻ്റെ റിവേഴ്സ് ആയിരിക്കും സിൻക്ലിനോറിയം. ഇവിടുത്തെ ആർച്ച് എന്ന് പറയുന്നത് താഴോട്ട് ഡൗൺവേർഡ് ബെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. 2 ടൈപ്പിൻ്റെ ഫിഗേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് അതിൻ്റെ തന്നെ വേറൊരു ഫിഗറാണ്. സോ ഡോംസ് ആൻഡ് ബേസിൻസ് എന്ന് പറഞ്ഞാൽ ഡോംസ് ആർ ഗ്രൂപ്പ് ഓഫ് സ്ട്രാറ്റ സെൻട്രലി അപ്ലിഫ്റ്റഡ് ഇൻ സച്ച് എ വേ ആസ് ദാറ്റ് സീൻ ഫ്രം ദി ടോപ്പ്. ദീസ് ഡിപ്പ് എവേ ഇൻ ഓൾ ഡയറക്ഷൻ. ഓൾഡർ റോക്ക് ഒക്കർ ഇൻ സെൻറ്റർ. അപ്പോൾ ഡോംസ് എന്ന് പറഞ്ഞാൽ സെൻട്രലി അപ്ലിഫ്റ്റഡ്, അതായത് ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. അതാണ് ഡോംസ് എന്ന് പറയുന്നത്. അതായത് മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും മുകളിലോട്ട് ഇരിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ദീസ് ഡിപ്പ് എവേ ഇൻ ഓൾ ഡയറക്ഷൻ, എല്ലാ ഡയറക്ഷനിലും ഡിപ്പ് ചെയ്യുന്നതുമാണ്. അതുപോലെ സെൻറ്ററിലായിരിക്കും ഓൾഡർ റോക്സ് ഉള്ളത് ഡോംസിൽ. ഇനി ബേസിൻസിലാണെങ്കിലോ, ബേസിൻസ് ആർ ദി റിവേഴ്സ് ഓഫ് ദി ഡോം. ഓക്കെ, ആൻഡ് മേ ബി ഡിഫൈൻഡ് ആസ് എ ഗ്രൂപ്പ് ഓഫ് സ്ട്രാറ്റ ദാറ്റ് ആർ സെൻട്രലി ഡിപ്രസ്ഡ്. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ ബേസിൻസ് എന്ന് പറയുമ്പോൾ സെൻട്രലി ഡിപ്പ് ചെയ്തായിരിക്കും ഇരിക്കുന്നത് ഇതുപോലെ. ഇൻ സച്ച് എ വേ ദാറ്റ് ഇൻവോൾവ് ലെയേഴ്സ് ഡിപ്പ് ടുവേർഡ്സ് എ കോമൺ സെൻട്രൽ പോയിൻറ്റ്. ഓക്കെ, ഇവിടുത്തെ ഡിപ്പ് എന്ന് പറയുന്നത് സെൻട്രൽ പോയിൻറ്റിലോട്ടായിരിക്കും ഡിപ്പ് ചെയ്ത് വരുന്നത്. ഇവിടെ യങ്ങർ റോക്കാണ് നമ്മൾ സെൻറ്റർ പോർഷനിൽ കാണുന്നത്. ഇതാണ് ഡോംസിൻ്റെയും ബേസിൻസിൻ്റെയും ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. മുകളിൽ കാണിച്ചിരിക്കുന്നത് പ്ലാനാണ്, താഴോട്ട് കാണിച്ചിരിക്കുന്നത് എലിവേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആക്സിസിൻ്റെ മുകളിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും മുകളിലോട്ടും അതുപോലെ മുകളിലോട്ടായിരിക്കും ഇരിക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഡിപ്രസ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ,
ഇത് ടേംസിൻ്റെയും ബേസിൻസിൻ്റെയും മറ്റ് ഫിഗറാണ്. ഇനി നമുക്ക് മിസ്ലേനിയസ് ടൈപ്പ് എന്ന് പറയുമ്പോൾ മോണോക്ലിനിക്, ഹോമോക്ലിനിക്, ഡ്രാഗ് ഫോൾഡ് 3 ടൈപ്പാണ് മിസ്ലേനിയസ് ടൈപ്പിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, അപ്പം മോണോക്ലിനിക് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് a single bend for a limited length and attain the horizontal attitude once again. ഇവിടെ സിംഗിൾ ബെൻഡ് ഒരു ലിമിറ്റഡ് ലെങ്ത്തിലത്തേക്ക് എന്താണ് സിംഗിൾ ബെൻഡ് ആയിരിക്കും ഉള്ളത്. അതിന് നമ്മൾ മോണോക്ലിനിക് എന്ന് പറയും. ഹോമോക്ലിനിക് എന്ന് പറഞ്ഞാൽ ഹിയർ സ്ട്രാറ്റ ഡിപ്പിംഗ് ഇൻ ദ സെയിം ജനറൽ ഡയറക്ഷൻ അറ്റ് എ യൂണിഫോം ആംഗിൾ എസ്പെഷ്യലി വെൻ സച്ച് സ്ട്രക്ചർ ഈസ് എസ്റ്റാബ്ലിഷ് ടു ബി എ ലിംബ് ഓഫ് എ മേജർ ഫോൾ. ഇവിടെ എന്ന് പറയുമ്പോൾ ഡിപ്പിംഗ് ഇൻ ദി സെയിം ജനറൽ ഡയറക്ഷനിലായിരിക്കും. സ്ട്രാറ്റ എന്ന് പറയുന്നത് ഡിപ്പ് ചെയ്യുന്നത് സെയിം ജനറൽ ഡയറക്ഷനിലായിരിക്കും, അതുപോലെ യൂണിഫോം ആംഗിളിലും ആയിരിക്കും ഹോമോക്ലിനിക്കിൽ ഡിപ്പ് വരുന്നത്. ഓക്കെ, ഇനി ഡ്രാഗ് ഫോൾഡ് എന്ന് പറയുമ്പോൾ വെൻ വീക്കർ റോക്ക് സറൗണ്ടഡ് ബൈ സ്ട്രോങ്ങർ റോക്ക് a drag effect is suffered by the soft rock when surrounding strong rocks move apart each other in opposite direction during lateral compression or shearing process. lateral compression അല്ലെങ്കിൽ ഷിയറിംഗ് പ്രോസസ്സിൽ എന്താണ് വീക്കർ റോക്സിന് ചുറ്റും സ്ട്രോങ്ങർ റോക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു ഡ്രാഗ് എഫക്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡ്രാഗ് എഫക്റ്റ് എന്ന് പറയുന്നത് ഈ സോഫ്റ്റ് റോക്കിന് ചുറ്റും ഒരു ഡ്രാഗ് എഫക്റ്റ് കാണും. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകും. ഓക്കെ, ലാറ്ററൽ കംപ്രഷൻ അല്ലെങ്കിൽ ഷിയറിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകും. അങ്ങനെയായിരിക്കും ഇവിടെ ഫോൾഡിങ് നടക്കുന്നത്. അതിനെയാണ് നമ്മൾ ഡ്രാഗ് ഫോൾഡിങ് അല്ലെങ്കിൽ ഡ്രാഗ് ഫോൾഡ് എന്ന് പറയുന്നത്. മോണോക്ലിനിക് ഫോൾഡ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതാണ് അതിന് മറ്റൊരു എക്സാമ്പിൾ. ഇങ്ങനെയായിരിക്കും ഹോമോക്ലൈൻ ഫോൾഡ്സ് ഇരിക്കുന്നത്. ഇതാണ് ആ ഫോൾഡ്സിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇതുപോലെ കാണും നമുക്ക്. ഡ്രാഗ് ഫോൾഡിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡ്രാഗ് ഫോൾഡിൻ്റെ വേറൊരു ഫിഗറാണ്. സോ നെക്സ്റ്റ് നമുക്ക് എഞ്ചിനീയറിംഗ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോൾഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ എനി സിവിൽ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് സ്റ്റാൻഡിംഗ് ഓൺ എ driven through the folded rock may prove not only uneconomical in the ultimate analysis but also എന്താണ് അൺസേഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളൊരു സിവിൽ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റിൽ ഫോൾഡിൻ്റെ പുറത്ത് ഉള്ള, അതായത് ഫോൾഡിൽ കൂടെ കൺസ്ട്രക്ഷൻസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അൺഎക്കണോമിക്കലും ആയിരിക്കും, അതുപോലെ അൺസേഫും ആയിരിക്കും. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രക്ചർ സച്ച് ആസ് ഡ്രൈവിംഗ് ഓഫ് ട്രാഫിക് ആൻഡ് hydropower tunnels, selection of site for dams and reservoirs, and in fixing the alignment of road, bridges and highways should consider about the ഫോൾഡിനെ കൺസിഡർ ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പം ആ സ്ഥലത്തോ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തുള്ള ഫോൾഡും റോക്സും അതുപോലെ അതിൻ്റെ അകത്തുള്ള ഫോൾഡിങ്സിനെ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഈ പറയുന്ന എല്ലാ സ്ട്രക്ചറിൻ്റെ ഡിസൈനിങ്ങും അതുപോലെ കൺസ്ട്രക്ഷനും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, we summarize the general effect of folds on major civil engineering project. ഓക്കെ, അപ്പം അതിൽ ഒന്നെന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡാണ്. ഫോൾഡിങ് കോസ് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ഓഫ് റോക്ക് ലെയർ. ഫോൾഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ റോക്കിൻ്റെ ലെയറിൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ ചേഞ്ച് ചെയ്യും, അതായത് അവിടുത്തെ ഡിപ്പും സ്ട്രൈക്കും ഒക്കെ അത് ചേഞ്ച് ചെയ്യും. സോ ഇഫ് ദ ലെയർ എൻകൗണ്ടർ ഡ്യൂറിങ് ദ കൺസ്ട്രക്ഷൻ ആർ ഓഫ് അൺഡിസൈറബിൾ നേച്ചർ, പ്രോജക്റ്റ് കോസ്റ്റ്, ടൈം, ഷെഡ്യൂൾ ആൻഡ് സേഫ്റ്റി ഓഫ് ദ പ്രോജക്റ്റ് മേ ബി എഫക്റ്റഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ ടൈമിൽ ഇതുപോലെ എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ് കോസ്റ്റിനെയും അതുപോലെ ടൈം അതുപോലെ എന്താണ് സേഫ്റ്റി ഇതിനെയൊക്കെ ഇത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറയുന്നത് ഷാറ്ററിങ് ഓഫ് റോക്സ് ആണ്. ഇതെന്ന് പറയുമ്പം എന്താ, സ്ട്രെസ്സസ് ആർ ഓഫൻ സ്ട്രോങ് ഇനഫ് ടു ബ്രേക്ക് ഓർ ഷാറ്റർ ദി റോക്ക് എസ്പെഷ്യലി ഇൻ ദി ആക്സിയൽ സോൺസ് which are the place of maximum concentration of this force. ആക്സിയൽ സോൺസിലായിരിക്കും എന്താണ് സ്ട്രെസ്സ് അല്ലെങ്കിൽ അവിടെ ഫോഴ്സ് അവിടെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, റോക്സ് ബ്രേക്ക് ചെയ്ത് പോകാൻ അവിടെ ചാൻസ് ഉണ്ട്.
So such area of the folded rock cannot be trusted as roofs and floor in tunnels or foundation sites of dam. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആക്സിയൽ റീജിയൻ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. നമ്മൾ ടണൽ ഉണ്ടാക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഡാംസ് ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ ഫ്ലോറായിട്ടാണെങ്കിലും റൂഫായിട്ടാണെങ്കിലും ഇതുപോലത്തെ ഒരു സ്ഥലം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ടണലാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഏത് നിമിഷവും ആ ടണൽ എപ്പോൾ വേണമെങ്കിലും കൊളാപ്സ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്നത് സ്ട്രെയിൻഡ് നേച്ചറാണ്. ഓക്കെ, വി നോ ദ സ്ട്രെസ് ദാറ്റ് ഹാവ് ആക്റ്റഡ് ഓൺ ദി റോക്സ് ഡ്യൂറിങ് ദെയർ ഫോൾഡിങ് ആർ ജനറലി അബ്സോർബ് ബൈ ദി റോക്സ്. ഓക്കെ, ഫോൾഡിങ് സമയത്ത് അവിടെയുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് ഈ റോക്ക് ഫുള്ളി അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഹെൻസ് ദ റോക്സ് ആർ അണ്ടർ ഹൈലി സ്ട്രെയിൻഡ് കണ്ടീഷൻ. അപ്പോൾ ഇത് അബ്സോർബ് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, റോക്ക് സ്ട്രെയിൻ കൂടുതലായിരിക്കും റോക്സിന്. ബട്ട് വെൻ എക്സ്കവേഷൻ സ്റ്റാർട്ട് ഫോർ ദി കൺസ്ട്രക്ഷൻ നിയർ ദി സ്ട്രെയിൻഡ് റോക്ക്, the strain energy stored by this rock may be released and it result into the fall of rock mass. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈലി സ്ട്രെയിൻഡ് ആയിട്ടിരിക്കുന്ന റോക്സിൻ്റെ അടുത്ത് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ പ്രോസസ്സ് നടക്കുകയാണെന്ന് വിചാരിച്ചോ. അങ്ങനെ നടക്കുകയാണെങ്കിൽ റോക്കിൽ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ പ്രോസസ്സ് നടക്കുമ്പോൾ എന്ത് ചെയ്യും, റോക്ക് റിലീസ് ചെയ്യും, എനർജി റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ടോട്ടൽ റോക്ക് മാസ് തന്നെ എന്ത് ചെയ്യും, ഫോൾ ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ റോക്ക് ബസ്റ്റ് എന്ന് പറയുന്നത്. സോ പ്രോപ്പർ പ്ലാനിങ് ഷുഡ് ബി ഡൺ. അപ്പോൾ എന്ത് ചെയ്യണം, പ്രോപ്പർ പ്ലാനിങ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ടണലും ഡാംസൊക്കെ ഉണ്ടാക്കുമ്പോഴായിരിക്കും അതിന് കുറച്ചുകൂടെ ഈ റോക്കിൻ്റെ എഫക്റ്റൊക്കെ അതിൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അല്ലേ. മെയിനായിട്ട് നമ്മൾ ടണൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം, നമ്മൾ റോക്കിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ.